നമ്മുടെ മക്കളൊക്കെ വലുതായി അവർ പഠിക്കാനും ജോലിക്കൊക്കെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അമ്മമാരാണ് വീട്ടിൽ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്നത്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിപ്പിടിച്ചിരിക്കും. പക്ഷേ എന്നാൽ ജോലികളും ഉണ്ട് ഇഷ്ടം പോലെ. എന്നാലും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും ചെയ്തും ഉണ്ടാക്കിയും കൊടുത്ത് അങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾക്കങ്ങ് കുറഞ്ഞു പോകും. ഇപ്പോൾ അതുകൊണ്ട് മക്കളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിള്ളേരൊന്നും ഇതൊന്നും കഴിക്കത്തില്ലല്ലോ, അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ റാഗിയുടെ ദോശയും അതൊന്നും. പിന്നെ ഞാനും ഹസ്ബൻഡും മാത്രം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കഴിക്കും. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലികളും നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും ഒക്കെ വീഡിയോ എടുക്കുക, പിന്നെ അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൊക്കെ ഇടുക. അതൊക്കെ സമയം പോകാനൊരു നല്ല ഇതാണ്. അപ്പോൾ ഇവിടെ കുറേ ചക്ക പഴുത്തു, നമ്മളെല്ലാവർക്കും കൊടുത്തു. പിന്നെ കുറച്ചൊക്കെ വറുത്ത് മക്കൾമാർക്കൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഇനി ബാക്കി ഒക്കെ ഉണ്ട്, 2-3 ഇനി വീട്ടിലിട്ട് ബാക്കി എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഞാനത് മുറിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒന്നും കഴിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ചുളയൊക്കെ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എങ്ങാനും ചക്ക വരട്ടുകയോ ഒക്കെ ചെയ്യാം. പിന്നെ വരട്ടി വെച്ച് നമുക്ക് അട ഉണ്ടാക്കാനൊക്കെ എടുക്കാമല്ലോ. നമ്മൾ കുമ്പിളപ്പം തെരളി എന്നൊക്കെ പറയത്തില്ലേ, വയനയിലക്കകത്ത് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കാം. അല്ല വാഴയില വെച്ച് നമുക്ക് ഇലയപ്പം അല്ലെങ്കിൽ അട എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പം നമുക്ക് ഒരുപാട് അങ്ങ് കഴിക്കാനും പറ്റത്തില്ലല്ലോ ഇതൊന്നും. പിന്നെ ചക്ക വരട്ടി വെച്ചിരുന്നാൽ നമുക്ക് 1 വർഷം വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇനി പിള്ളേർ വരുമ്പം അല്ലെങ്കിൽ കൊടുത്തു വിടാം, ആരെങ്കിലും വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു വിടാം. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് പണിയൊക്കെ ചെയ്യുന്നത്. മഴ ആയതുകൊണ്ട് എല്ലാ ചക്കയും ഇങ്ങനെ വെട്ടിയിട്ട് എല്ലാവർക്കും കൊടുത്ത് ബാക്കി ഇതാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയി ബാക്കിയാണിത് കേട്ടോ. അപ്പോൾ ഇത്രയും ചുള ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതിലേയും മധുരം കണ്ടേനെ, മഴ പെയ്തതുകൊണ്ട് കുറച്ച് മധുരം കുറഞ്ഞു, എന്നാലും നല്ല മധുരമുണ്ട്. നല്ല തേൻ വരിക്കയുടെ ചക്കയായിരുന്നു ഇത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മക്കളൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള ചാനലുകളും യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങി എപ്പോഴെങ്കിലുമൊക്കെ നമ്മളും സക്സസ് ആകുമായിരിക്കും. എന്നാലും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ അത് എഡിറ്റ് ചെയ്യാനും. അപ്പോൾ നമ്മൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇതെൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ്, ഒരു റെഡ് ലേഡി പപ്പായ. അപ്പോൾ അതും ചെത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മധുരമുണ്ട് കേട്ടോ. ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന അമ്മമാരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കുക്കിങ്ങും അങ്ങനെ ബാക്കി കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളും റീലുകളും ഒക്കെ ആക്കി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം പോകും. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പം കുറച്ച് ആളുകൾ നമ്മളെ കളിയാക്കാനും ഉണ്ടായിരിക്കും, വിമർശിക്കാൻ കുറേ ആൾക്കാരെപ്പോഴും കാണുമല്ലോ, നല്ലത് പറയുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കണ്ട, എപ്പോഴും നമ്മുടെ സന്തോഷം മാത്രം പ്രാധാന്യം നൽകുക. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങൾ കേട്ടോ.